ഹൃദയത്തിൽ 2 ബ്ലോക്കും മഹാധമനിയുടെ മുകൾ ഭാഗത്ത് വിണ്ടുകീറി താഴെ ഭാഗം ബലൂൺ അവസ്ഥയിലുമായ തളിപ്പറമ്പ് സ്വദേശി 78 വയസ്സുള്ള രോഗിയെ ശസ്ത്രക്രിയയില്ലാതെ പുതുജീവൻ നൽകി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. മെഡിക്കൽ വിഭാഗത്തിലെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ചികിത്സാ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചത്. CT സ്കാൻ നടത്തിയപ്പോൾ വൃക്കയിൽ നിന്ന് താഴേക്ക് പോകുന്ന മഹാധമനിയിലെ ബലൂൺ പോലുള്ള വീക്കത്തിന് പുറമെ മുകളിലേക്ക് പോകുന്ന മഹാധമനിയിൽ വിള്ളലും സംഭവിച്ചിരുന്നു. ഇതിനു പുറമെ ഹൃദയത്തിന്റെ രക്തക്കുഴലിൽ 2 ബ്ലോക്കുകൾ കൂടി കണ്ടെത്തുകയും ചെയ്തു. ഈ 3 അവസ്ഥകളും അതീവ ഗുരുതരമായവയാണ്. സാധാരണഗതിയിൽ തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്താലും പൂർണ്ണമായ വിജയ സാധ്യത ഇല്ല. ഇതിനു പുറമെ രോഗി തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുവാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തു. തുടർന്ന് അടുത്ത സാധ്യതകൾ പരിശോധിക്കുകയും ഇതിന്റെ ഭാഗമായി കാർഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, കാർഡിയോ തെറാസിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ചർച്ച ചെയ്യുകയും ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കം ചെയ്യാൻ റേഡിയൽ ആൻജിയോപ്ലാസ്റ്റിയും മഹാധമനിയിലെ തകരാറുകൾക്ക് പെർക്യൂട്ടേനിയസ് ക്ലോഷർ ഡിവൈസും ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കുവാനുള്ള പ്രൊസീജിയറിന് വിധേയനാക്കി. റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി എന്ന താക്കോൽ ദ്വാര രീതിയിലൂടെ കൈയിലെ ധമനിയിലൂടെ പ്രത്യേകം ട്യൂബ് കടത്തിവിട്ടാണ് ബ്ലോക്കുകൾ നീക്കം ചെയ്തത്. ഇത് വിജയകരമായി പൂർത്തീകരിക്കുകയും 3 ദിവസങ്ങൾക്ക് ശേഷം രോഗിയുടെ കാലിലെ ഞരമ്പിലൂടെ പെർക്യൂട്ടേനിയസ് ക്ലോഷർ ഡിവൈസ് എന്ന നൂതന സംവിധാനം സന്നിവേശിപ്പിക്കുകയും മഹാധമനിയുടെ മുകൾ ഭാഗത്തെ വിള്ളൽ സ്റ്റെന്റ് വെച്ച് അടക്കുകയും കീഴ്ഭാഗത്തെ ബലൂൺ പോലെ വീർത്ത ഭാഗം Y ആകൃതിയിലുള്ള പ്രത്യേകം സ്റ്റെന്റ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്തു. അതീവ സങ്കീർണമായ ഈ പ്രൊസീജിയറുകൾ നിർവഹിക്കുവാൻ അനസ്തീസിയ നൽകേണ്ടി വന്നില്ല. വലിയ മുറിവുകൾ സൃഷ്ടിക്കേണ്ടി വന്നില്ല എന്നതും രക്തം കയറ്റേണ്ട ആവശ്യം വന്നില്ല എന്നതും തൊട്ടടുത്ത ദിവസം തന്നെ രോഗിക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് എന്ന് സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ പറഞ്ഞു. അപ്പം ഒരു മേജർ ഓപ്പറേഷൻ 78 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഒരു ഓപ്പൺ സർജറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല റിസ്ക് എടുക്കാൻ, അതിന് താരതമ്യേന വളരെയധികം റിസ്ക്കുള്ള പ്രശ്നമാണ്. ഹാർട്ടിൻ്റെ ബൈപ്പാസ് ചെയ്യണം, ഈ മഹാധമനിയുടെ ഓപ്പറേഷനും ചെയ്യണം. അങ്ങനെ 2 തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം. അപ്പം ഏകദേശം നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ പൊക്കിൾ കൊടിയുടെ താഴെ വരെ കീറിയിട്ട് വേണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ. അത്രയും വലിയൊരു ഓപ്പറേഷൻ 78 വയസ്സുള്ള മറ്റുള്ള അസുഖമുള്ള ഒരു രോഗി കടന്നു പോകുമോ എന്നുള്ളത് വളരെ സംശയകരമായിരുന്നു. അതുപോലെ അതിൻ്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രോഗി അവരുടെ കൂടെയുള്ളവരും ഒരു ഓപ്പൺ സർജറിക്ക് തയ്യാറായില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം രോഗിയുടെ ജീവൻ രക്ഷിക്കണം. അപ്പം ഞങ്ങൾ എല്ലാവരും കാർഡിയോളജിസ്റ്റ്, റേഡിയോളജി, ഇൻ്റർവെൻഷണൽ റേഡിയോളജി, കാർഡിയക് സർജറി എല്ലാവരും കൂടെ നിന്ന് ആലോചിച്ചപ്പം ഈ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ഈ ചെയ്തത്. മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലെ ബ്ലോക്ക് നമ്മുടെ കൈയുടെ ഞരമ്പിലൂടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ചെയ്തു. അപ്പോൾ ബാഹ്യമായ മുറിവോ രക്തസ്രാവോ ഒന്നും ഉണ്ടാവില്ല. റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ആളുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ കാലിലൂടെ മഹാധമനിയിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല, തുന്നലും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെർക്ലോഷർ ഡിവൈസ്, പെർക്യൂട്ടേനിയസ് ആയിട്ട് ഒരു ഡിവൈസാണ്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നാൻ പറ്റും. ഇപ്പോൾ രക്തക്കുഴലിലൂടെ നമ്മൾ വലിയ ട്യൂബുകൾ കടത്തിവിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെൻറ്റുകൾ ഇടുന്നത്. അത് നമുക്ക് പുറമേ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഈ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വിണ്ടുകീറിയ ഭാഗത്ത് വലിയൊരു സ്റ്റെൻറ്റ് ഇടുകയും താഴെ ഭാഗത്ത് കാലിലെ 2 ഭാഗത്തേക്കും രക്തം ഒരുപോലെ ഒഴുകണം. അതിനു വേണ്ടിയിട്ടാണ് Y ഷേപ്പിലുള്ള ഒരു സ്റ്റെൻറ്റ് ഇട്ടത്. അപ്പം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇത്രയും ഡോക്ടർമാരും പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ട് നമുക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചു. രോഗിയെ രക്ഷപ്പെടുത്തി. ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഞങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ റിപ്പീറ്റായിട്ടുള്ള CT സ്കാൻ എടുത്തു നോക്കി. ഈ
മഹാധമനിയുള്ള വിള്ളലുകളും ഈ ബലൂൺ പോലെ വീർത്തതൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയെന്ന് കണ്ടപ്പോൾ അതിൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ഉമേശൻ, ഡോക്ടർ വിനു, ഡോക്ടർ വിജയൻ, ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ എന്നിവരും നേതൃത്വം നൽകി. പത്രസമ്മേളനത്തിൽ ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ പ്ലാസിഡ് സെബാസ്റ്റ്യൻ, അനിൽകുമാർ, ഉമേശൻ, വിനു, വിജയൻ, ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.